സിറ്റുവേഷനാണത്. ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണത്. ഒരാളെ അവരുടെ ശരീരത്തിൻ്റെ പേരിൽ ഒരാളെ നമ്മൾ ബോഡി ഷേമിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല, ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമായി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതിപ്പോൾ കളറിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ നമ്മുടെ ശരീരാവയവങ്ങളുടെ പേരിലായാലും അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഷേപ്പിൻ്റെ പേരിലായാലും അങ്ങനെ പല രീതിയിൽ, ഒന്നല്ലെങ്കിൽ തടിച്ച ആളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മെലിഞ്ഞ ആളാണെങ്കിൽ അങ്ങനെ, ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ അതൊരു എന്താ പറയുക, അതങ്ങനെ പറയാം, അതൊരു ക്വൈറ്റ് നോർമൽ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റ് എവിടെയോ നമ്മുടെ തലയിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ശരീരത്തിൽ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് ഉള്ളതെല്ലാം അത് എൻ്റെ തന്നെയാണ്. എല്ലാം സൂപ്പർ പ്രൗഡ്. അപ്പം എനിക്കതിനെപ്പറ്റി ഇപ്പോൾ വേറൊരാൾ പറഞ്ഞതിൽ എന്നെ അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. സമൂഹ മാധ്യമങ്ങളിലെ മിന്നും താരമാണ് ഹണി റോസ്. ഹണി ഈയിടെ പറഞ്ഞ ബോഡി ഷേമിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു വാർത്തയാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. താരത്തിൻ്റെ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കുമൊക്കെ നിരവധി ആരാധകരാണുള്ളത്. എന്നാൽ ഹണി റോസിനെതിരെ വ്യാപകമായിട്ടുള്ള ബോഡി ഷെയ്മിങ്ങും നടക്കാറുണ്ട്. അത്തരം ബോഡി ഷെയ്മിങ് എനിക്കെതിരെ എന്നല്ല, ആർക്കെതിരെയായാലും വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നും ജോലിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഹണി റോസ് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ സ്ഥലത്തും സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. പല താരങ്ങൾക്കെതിരെയും പല യൂട്യൂബിൽ വരുന്ന ക്രിയേറ്റേഴ്സിനെതിരെയും ഒക്കെ ഈ ഒരു വാർത്ത ഉപയോഗിച്ച് ധാരാളം കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഈയിടെ കുറച്ച് വ്യാപകമായിട്ട് കേൾക്കാനിട വന്നതുകൊണ്ടാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോഴേക്കും ഇത് ഒരു ടോപ്പിക്കായിട്ട് എടുത്തിട്ട് ഇന്ന് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഹണിയുടെ അഭിപ്രായത്തിൽ ബോഡി ഷേമിങ് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നും ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നും പറയുന്നു. കഴിയുമെങ്കിൽ ആരെയും ബോഡി ഷേമിങ് ചെയ്യാതിരിക്കുക. ഇനിയും ഹണിക്കെതിരെ എന്തു ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ജോലിയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ഹണി പറയുന്നത്. ഹണി പങ്കുവയ്ക്കാറുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം വളരെ വേഗം വൈറലാകാറുമുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ കേരളത്തിലെ ഉദ്ഘാടന ചടങ്ങുകളിലും സജീവ സാന്നിധ്യമാണ് ഹണി റോസ്. ഹണി റോസിനെതിരെ എപ്പോഴും ബോഡി ഷെയ്മിങ് വലിയ രീതിയിൽ തന്നെ നടക്കാറുണ്ട്. ഇതിനൊക്കെ പലപ്പോഴായിട്ട് പ്രതികരിച്ച് താരം എത്തിയിട്ടുമുണ്ട്. ഇത് വളരെ മോശപ്പെട്ട ചിന്താഗതിയാണെന്നാണ് ഹണി പറയുന്നത്. അത് പല വേർഷനിലായി അനുഭവിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴൊക്കെ അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കാൻ കഴിയുന്നുവെന്നും ഹണി പറയുന്നു. സോഷ്യൽ മീഡിയയിലാണ് ഹേറ്റ് ക്യാമ്പയിൻ പോലുള്ള നെഗറ്റീവ് സമീപനങ്ങൾ കാണുന്നത്. ഫോണിൻ്റെ കൊച്ചു ലോകത്ത് മുഖം മൂടിയിട്ട് ചെയ്യുന്നതിൽ അവിടെയും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഏറെ ഉള്ളതുകൊണ്ട് ഇത്തരം പ്രവണതകളെ അവഗണിക്കുവാനും സാധിക്കുന്നുവെന്ന് ഹണി റോസ് പറയുന്നു. ഉദ്ഘാടക എന്ന ഇമേജ് നല്ല കഥാപാത്രങ്ങൾ തേടി വരാതിരിക്കാൻ കാരണമാവുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് നല്ലൊരു സിനിമ വന്ന് വിജയിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഇമേജ് എന്നും വരാനിരിക്കുന്ന റേച്ചൽ എന്ന അത്തരമൊരു കഥാപാത്രമാണ് എന്നും ഹണി റോസ് പറയുന്നു. ഉദ്ഘാടനങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ഹണി പതിവായിട്ട് ഉദ്ഘാടനങ്ങൾ കിട്ടിയതോടെ എന്നും ആളുകൾ കാണാൻ തുടങ്ങിയതിനാൽ ഒരേ ലുക്കിൽ ദിവസവും പോവുകയാണെങ്കിൽ ആളുകൾ മടുക്കുമെന്നും അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു മാറ്റം ലുക്കിൽ കൊണ്ടുവരണമെന്ന് കരുതുന്നതെന്നും അതുപോലെ അതിനായിട്ട് പല പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കുന്നുമെന്നാണ് പറയുന്നത്. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് പരീക്ഷണത്തിന് മുതിർന്നു എന്നും ഹെയർ സ്റ്റൈലിലൊക്കെ മാറ്റം വരുമ്പോഴേക്കും ചിലപ്പോൾ ലുക്കൊക്കെ മുഴുവനായിട്ട് മാറുമെന്നും താരം പറയുന്നു. വ്യത്യസ്തമായിട്ടുള്ള ലുക്കിൽ എത്തിയാൽ ആരാധകരുടെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ എളുപ്പമാണെന്നും ചുരുങ്ങിയ കാലം കൊണ്ട് ആരാധകരുടെ മനം കവർന്ന താരത്തിന് അതിന് സാധിച്ചിട്ടുണ്ടെന്നും സിനിമയേക്കാൾ അധികം ഉദ്ഘാടന ചടങ്ങുകളും തകർപ്പൻ ഫോട്ടോഷൂട്ടുകളുമൊക്കെയാണ് ഹണി റോസിനെ തരംഗമാക്കി മാറ്റുന്നത്. ഗംഭീര ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളിലൂടെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഹണി റോസ് എന്നും ഒരു തരംഗമാണ്. എന്നും വ്യത്യസ്തത കൊണ്ടുവരുന്ന താരം ഈ പുതുവർഷത്തിലും വ്യത്യസ്തത ഒട്ടും തന്നെ കുറച്ചിട്ടില്ല. ഇപ്പോൾ ഇതിനെപ്പറ്റി താരം പറയുന്നത് മേക്ക് ഓവറുകൾ എപ്പോഴും നടത്തണമെന്നും ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അതിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റണമെന്നാണ് ഹണിയുടെ കാഴ്ചപ്പാട്. സ്ത്രീകളുടെ ശരീരത്തെ ചുറ്റിപ്പറ്റിയുള്ള ബോഡി ഷേമിങ്ങും നിഷേധാത്മകതയും വ്യത്യസ്തമായ ലംഘനങ്ങളിലൂടെ ദുഃഖകരമായിട്ട് നിലനിൽക്കുന്നു എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ബോഡി ഇമേജിൻ്റെ മാനദണ്ഡങ്ങളെ വെല്ലുവിളിച്ചിട്ടുള്ള കുറേ
മലയാള സിനിമയിൽ സുന്ദരികളായിട്ടുള്ള താരങ്ങളുമുണ്ട്. ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ബോഡി ഷെയ്മിംഗ് എന്നത് ഒരു വ്യക്തിയുടെ ശരീരഘടനയെക്കുറിച്ചോ ഭാരത്തെക്കുറിച്ചോ വിമർശനാത്മകമായിട്ടുള്ള അപകീർത്തികരമായ അഭിപ്രായങ്ങൾ നടത്തുന്ന രീതിയാണ്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലെല്ലാം ഇന്നും ഈ ബോഡി ഷെയ്മിംഗ് ഒരു ചൂടുള്ള ചർച്ചാ വിഷയം തന്നെയാണ്. അപ്പോൾ ആളുകൾ പല സിനിമാ താരങ്ങൾക്കെതിരെയും ഒക്കെ ഇതുമായിട്ടൊക്കെ ഒരുപാട് കമൻസൊക്കെ നെഗറ്റീവ് കമൻസൊക്കെ ഇടുകയും പലതരം ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വിഷയമായിട്ട് ഇപ്പോൾ അടുത്തിടെ ഈ ഹണി റോസിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ കണ്ടതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വിഷയം ഇവിടെ ഷെയർ ചെയ്യാമെന്നുള്ളത് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയായാലും കമൻറ്റ് വഴി അറിയിക്കുക. പൊതുവേ ബോഡി ഷേവിങ്ങിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ചിന്താഗതികളും ഹണി റോസിൻ്റെ ഈ ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻസ് വഴി ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ടോപ്പിക്സുമായിട്ടും ഇനിയും അടുത്ത വീഡിയോസിലൂടെ നമ്മൾക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.